ഹായ് അസ്സലാമലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊക്കെ ഇട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ വേവിച്ചെടുത്ത നൂഡിൽസിനെയൊക്കെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ വേവിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ഓയിലും കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം അപ്പോൾ തന്നെ നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പച്ചവെള്ളത്തിലൊന്ന് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ഡ്രൈ ചെയ്യാനായി കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇതുപോലെ നല്ല നീളത്തിൽ സ്ലൈസ് തിന്നായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ ഓണിയൻ, സവാള, കേബേജ്, ബീൻസ്, അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ്, ക്യാപ്സിക്കം, അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഓണിയൻ ലീവ്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചില്ലി, അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. എല്ലാം ഇതേ സൈസിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാല പൊടിയും കൂടിയാണ്. എന്നിട്ട് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. നമ്മുടെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും സ്ലൈസ് ചെയ്തിട്ട് അതേ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ ടൊമാറ്റോ സോസാണ്. അത് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ സോസ് വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല നാച്ചുറൽ ആയിട്ടുള്ള സോസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്ത കൂട്ടുകാർക്കായിട്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക, അല്ലെങ്കിൽ മേലെ ഐ ബട്ടണിൽ കൊടുക്കുക, ഒന്ന് പോയി കാണുക കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിന്ന് മുകളിലായിട്ട് നമ്മുടെ പെപ്പർ പൗഡർ, നമ്മുടെ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.